വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിൽ കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം ജനജീവിതത്തിന് ഭീഷണി ആകുന്നു എന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. ഉഗ്ര സ്ഫോടനം വഴി വീടുകൾക്ക് നാശം സംഭവിക്കുന്നു എന്നാണ് പരാതി. അധികൃതരുടെ ഒത്താശയിലാണ് പാറമട പ്രവർത്തിക്കുന്നത് എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. പാറമടയ്ക്കെതിരെ പ്രതിഷേധത്തിലാണ് പുൽപ്പള്ളി പാടിച്ചിറ നിവാസികൾ. ഉഗ്രസ്ഫോടനം ഇവരുടെ ജീവിതത്തിന് തന്നെ ഭീഷണിയാകുന്നു എന്നാണ് പരാതി. യുക്രൈനിലും റഷ്യയിലൊക്കെ വലിയ സ്ഫോടനം എന്ന് പറഞ്ഞു കേട്ടില്ല. അതിനേക്കാൾ സ്ഫോടനം ഇവിടെ നടക്കുന്നത്. പ്രസവിച്ചു കിടന്ന കൊച്ച് അവൾ നോക്കുമ്പോൾ ഒരു വലിയൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ തന്നെ ഭിത്തി ഇങ്ങ് വിരിഞ്ഞു. അവൾ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടി. പെറ്റുകിടക്കുന്ന പെണ്ണ്. ഈ അവസ്ഥയാണ്. ഇവിടെ ഒരു കോറ എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇവിടെ വരാൻ പാടില്ല. ഞങ്ങൾക്ക് ഇനി ഒരു പെരവെച്ച് താമസിക്കാൻ പറ്റില്ല. ഇവിടുത്തെ മക്കൾ ഇവരുടെയൊക്കെ പിള്ളേർ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീട് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ആ വീട് പൊട്ടിപ്പൊളിഞ്ഞു പോകാൻ പറഞ്ഞ സ്ഥിതി എന്താ? പാടിച്ചിറ ആരോഗ്യ കേന്ദ്രത്തിനടുത്തുള്ള പാറമടയ്ക്കെതിരെയാണ് ഈ പ്രതിഷേധം. ക്വാറി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി ഉഗ്രസ്ഫോടനം നടത്തുന്നുവെന്നാണ് പ്രധാന പരാതി. ഇതുമൂലം വീടുകൾക്ക് നാശം സംഭവിക്കുന്നുവെന്നും കൃഷി നശിക്കുന്നുവെന്നും ആരോപണം. ഈ ക്വാറി നിയമവിരുദ്ധമായി ഇവർക്ക് കൊടുത്തിരിക്കുന്ന അനുമതിക്ക് മേലെ ബ്ലാസ്റ്റിംഗ് നടത്തുന്നതുകൊണ്ട് ഒരേ സമയം ഒറ്റ ബ്ലാസ്റ്റിങ്ങിൽ തന്നെ 10-25 ലോഡ് കല്ല് കയറ്റി പോകുന്ന വിധത്തിലാണ് ബ്ലാസ്റ്റിംഗ് നടക്കുന്നത്. ഈ ബ്ലാസ്റ്റിങ്ങിൻ്റെ ശക്തി കൂടിയതുകൊണ്ട് പരിസരങ്ങളിലുള്ള ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ വരെ ഇതിൻ്റെ ചീള് തെറിച്ച് കല്ല് തെറിച്ച് വീടുകളുണ്ടായിട്ടുള്ളത്. പരിസരത്തുള്ള കൃഷി നശിക്കുന്നതോടൊപ്പം തന്നെ കുടിവെള്ള സ്രോതസ്സുകൾ നഷ്ടപ്പെടുന്നു. പാറമടയ്ക്കെതിരെ പരാതികൾ അനവധി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. നിരവധി തവണ നാട്ടുകാർ ക്വാറിയുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചിരുന്നു. ക്വാറി പ്രവർത്തിക്കാൻ അധികൃതരുടെ ഒത്താശയുണ്ടെന്നും ആരോപണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ക്വാറി തടയുന്ന സമയത്ത് ലൈസൻസ് പരിശോധിച്ചപ്പോൾ ആ വ്യക്തിക്ക് ലൈസൻസ് ഇല്ല എന്ന് പറയും. CI കൃത്യമായി അത് രേഖപ്പെടുത്തുകയും ചെയ്താണ്. അവിടെ അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഇയാളെ വിടില്ല എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പക്ഷേ പിറ്റേ ദിവസത്തെ പേപ്പറിലാണ് ഞങ്ങൾ അറിഞ്ഞത് അയാളെ ജാമ്യത്തിൽ വിട്ടെന്നുള്ള കാര്യം. എല്ലാ അനുമതികളോടും കൂടിയാണ് പാറമടയുടെ പ്രവർത്തനമെന്ന് ക്വാറി ഉടമ വിശദീകരിക്കുന്നു. സർക്കാർ നിബന്ധനകൾ പാലിച്ചാണ് സ്ഫോടനം നടത്തുന്നതെന്നും ക്വാറി ഉടമ വ്യക്തമാക്കി. ജനജീവിതത്തിന് പ്രതിസന്ധിയായതോടെ പലതവണ നാട്ടുകാർ ക്വാറിയുടെ പ്രവർത്തനം തടഞ്ഞതാണ്. ഈ ക്വാറി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ആ മേഖലയിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പലതവണ പരാതി നൽകിയിട്ടാണ്, എന്നിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം അവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. മുള്ളംകൊല്ലി പഞ്ചായത്തിൻ്റെ എല്ലാ മൂലയിലും ഇപ്പോൾ പുതുതായിട്ട് ക്വാറികൾ അനുവദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇങ്ങനെ വലിയ തോതിൽ സ്ഫോടനം നടത്തുന്നത് കൊണ്ട് പല വീടുകളിലും കുഴൽക്കിണറാണ് ഉപയോഗിക്കുന്നത്. കുടിവെള്ളക്ഷാമം അനുഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഈ വരൾച്ചയുള്ള സമയത്ത് പല വീടുകളിലും വെള്ളമില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് ഇവിടെ വൻ സ്ഫോടനങ്ങൾ നടക്കുന്നത്. എല്ലാവരുടെയും വീടുകൾ ഈ കുലുക്കത്തിൽ പൊട്ടിത്തകരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ലക്ഷങ്ങൾ മുടക്കി പണിത വീട് തകരുന്നു. നമ്മളെ കൊണ്ടൊന്നും ഇനി ഒരു വീട് വെക്കാൻ സാധിക്കില്ല. ഈ ക്വാറിയുടെ തന്നെയല്ല, പൊടിയും കൊണ്ട് വീട്ടിലേക്ക് ഇത് കിടക്കാൻ പറ്റൂല. കൊച്ചുങ്ങളൊക്കെ ഇരുന്ന് കാറുവാണ്. വീട്ടിൻ്റെ അകത്തിരിക്കാനും കൂടി പറ്റില്ല. ഓടിട്ടതാണ് സൈഡ് വശം. അപ്പോൾ ആ ഓടിൻ്റെ അടുത്തേക്ക് വന്ന് കല്ല് വീഴുവാണെങ്കിൽ അവിടെ ഇരിക്കുന്നവരുടെ മേലിലേക്കല്ലേ വീഴുക. അപ്പോൾ അവരുടെ അവസ്ഥ എന്താവും? അതേപോലെ തന്നെ ഇവിടെ താഴെ ഒരു അംഗനവാടി ഉണ്ട്. അവിടെയും കുഞ്ഞു മക്കളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കല്ലിൻ്റെ സ്ഫോടനത്തിന് ഈ ഒച്ച കേട്ടിട്ട് അവർക്കും അത് ഭീതികരമല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടറിയണം. വയനാട് പുൽപ്പള്ളിയിലെ ക്വാറിയിൽ ആശങ്ക അറിയിക്കുകയാണ് അത്തരത്തിൽ നാട്ടുകാർ.